ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നേര് സിനിമ റിലീസ് ചെയ്തിട്ട് ഇന്ന് 8-ാം ദിവസമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ന് 8-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 974 ഷോകൾ പിന്നിടുമ്പോൾ 1,35,465 പേർ സിനിമ കാണുമ്പോൾ 54% ഒക്യുപ്പൻസി. അതായത് ഗംഭീരമായിട്ടുള്ള ഒക്യുപ്പൻസി എന്ന് തന്നെ പറയാം. അതായത് ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയ ട്രാക്ഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 2,04,00,000, അത് 2,05,00,000, 2,04,92,200 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2,05,00,000 രൂപ എന്ന് തന്നെ പറയാം. പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് 2,19,00,000 രൂപയോളമാണ് എന്നുള്ളത്. അതായത് ഏകദേശം 2,20,00,000 രൂപ, 15 മുതൽ 20,00,000 രൂപ വരെ എത്തുമെന്നുള്ളതാണ്. ഇന്നലെ ഗംഭീരമായിട്ട് കളക്ഷനായിരുന്നു നേര് എന്ന സിനിമ നേടിയത് 7-ാം ദിനം. അതായത് 2,90,00,000 രൂപ. ട്രാക്ഡ് കളക്ഷൻസ് വന്നിരുന്നത് 2,22,00,000 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നും സിനിമ 2,60,00,000 രൂപയോളമായിരിക്കും നേടാൻ പോകുന്നത്. ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് ഇതുവരെ 18,92,00,000 രൂപ നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ മിന്നുന്ന പ്രകടനം തന്നെയാണ് നേര് എന്ന മോഹൻലാൽ സിനിമ കാഴ്ചവെക്കുന്നത്. എന്നാലും ഒരു മോഹൻലാൽ സിനിമ വിജയിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വലിയ രീതിയിൽ ഒരു ആളുകളും പുറകിൽ വന്നിട്ട് കുറവാണെന്ന് ഉള്ള ഒരു കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതേപോലെ ഒരു ട്രാക്ഡ് കളക്ഷൻസ് മമ്മൂട്ടി സിനിമയിൽ ഇതേ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിൽ വരുമ്പോൾ ഒരുപാട് പേര് പുറകെ വന്ന് കരഞ്ഞ് 10-15 കോടി കുറയ്ക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ എന്താണെങ്കിലും സന്തോഷമായിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഇതിനകത്തിൽ വന്നിരിക്കുന്ന കൂടുതലും മമ്മൂട്ടി ഫാൻസ് തന്നെയാണ് ഈ ചാനലിലുള്ളതെന്ന് നമുക്കറിയാം. അവർ മാന്യമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു രീതിയിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. എന്താണേലും അവർ ഇത് അംഗീകരിക്കുന്നു. വളരെ ടോക്സിക് ആയിട്ടുള്ള ചില ഫാൻസ് ഉണ്ട്, അവർ തെറി പറയുന്നു. മോഹൻലാൽ ഫാൻസിനും അതേപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് വന്നിട്ട് കമൻസും കാര്യങ്ങളും കളക്ഷനെക്കുറിച്ചും കാര്യങ്ങളുമൊക്കെ ഡൗൺ ആയിട്ട് പറയുന്നത്. അല്ലാത്തവർ ഒരു രസകരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് ഇട്ടും ട്രോൾ ഇട്ടും കാര്യങ്ങൾ പോകുമ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി സംസാരിക്കുന്ന ഒരു വീഡിയോയും കണ്ടത്. അത് കൂടുതൽ പ്രചരിപ്പിക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. അതിപ്പം മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ഫാൻസ് ആണെങ്കിലും അവനെ പുറംകാലം കൊണ്ട് ചവിട്ടി ദൂരെ കളഞ്ഞിരിക്കുന്നു നമ്മൾ എന്ന് തന്നെ പറയാം. എന്തായാലും ഇവിടെ നേര് എന്ന സിനിമയാണ് നമ്മളുടെ ചർച്ചാ വിഷയം. ഇതിനോടകം തന്നെ സിനിമ 25 കോടി ക്ലബിലേക്കാണ് കയറുന്നത് കേരളത്തിൽ. വെറും 8 ദിവസം കൊണ്ട് 28 കോടി ക്ലബിലേക്ക് ഈ സിനിമ കയറുമ്പോൾ പറയാനുള്ള കാര്യം, ഇത് മിന്നുന്ന ഒരു പ്രകടനം തന്നെയാണ്. വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ലാതെ വന്ന സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഹൈപ്പോ കാര്യങ്ങളോ ഇല്ല. വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിലൂടെ വരികയോ അല്ലെങ്കിൽ പല സിനിമകളും പറയുന്ന പോലെ ഇറങ്ങുന്നതിന് മുമ്പ് വലിയ സംഭവമാണ്, ഞങ്ങളുടെ സിനിമ പരാജയപ്പെട്ടാൽ റിവ്യൂവേഴ്സാണ് കാരണമെന്ന് പറയുന്ന ആളുകളോ അല്ല. സിനിമ നല്ലതാണെങ്കിൽ വിജയിക്കുമെന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് കാതൽ പോലെയുള്ള സിനിമയുടെ പ്രവർത്തകർ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയുടെ തന്നെ മറ്റ് സിനിമയായ കാതൽ ദ കോറും അതേപോലെ നമുക്ക് മറ്റ് സിനിമകളും പറഞ്ഞിരുന്ന പോലെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവർ പറയുന്നു ഈ ഒരു സിനിമ വിജയമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ വിജയിക്കുമെന്നുള്ള അവരുടെ പ്രതീക്ഷകൾ അവർ സൂചിപ്പിച്ചിരുന്നു. എന്നാലും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ, നല്ല സിനിമയാണെങ്കിൽ നല്ലതാണ് എന്ന് പറയുക എന്നുള്ളതും അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയമായി നമുക്കിവിടെ കാണാനും കഴിയുന്നത്. എന്താണെങ്കിലും 8 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് 25 കോടി നേടുന്ന സിനിമ വലിയ താമസമില്ലാതെ 50 കോടി ക്ലബിൽ വേൾഡ് വൈഡ് ആയിട്ട് നേടുമെന്നുള്ളതാണ്. എന്തായാലും സിനിമയുടെ തിയേറ്റർ കൗണ്ട് കൂടുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്ത കൂടിയുണ്ട്. 5 വർഷത്തിന് ശേഷം കാത്തിരുന്ന് മോഹൻലാലിന് കിട്ടുന്ന ഈ ഒരു വിജയം 5 വർഷത്തെയും ക്ഷീണം തീർത്തുകൊണ്ടുള്ള ഒരു വിജയം തന്നെയാണ്, അല്ലാതെ തട്ടിമുട്ടിയുള്ള ഒരു വിജയമല്ല. ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും നമ്പർ 1 ആകാൻ ഏറെ ചാൻസ് തന്നെയാണ് ഈ ഒരു സിനിമ. ഒരു പക്ഷേ 2018 കടത്തിവെട്ടി നേര് നമ്പർ 1 ആകും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. കാരണം ഇന്ന് ജനങ്ങൾ ആ രീതിയിലാണ് ഈ സിനിമയെ കാണുന്നത്. ആവറേജ് ഓക്യുപ്പൻസി നോക്കുകയാണെങ്കിൽ ഏകദേശം 70%-ഓളമാണ് ഈ 8 ദിവസത്തെ ഈ ഒരു സിനിമയുടെ ഒക്യുപ്പൻസി എന്ന് തന്നെ നമുക്ക് പറയാം. മികച്ച കളക്ഷൻ തന്നെയാണ്. ആദ്യ ദിനം സിനിമ ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് 2,07,00,000 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അതായത് 3,04,00,000 രൂപയായിരുന്നു സിനിമയ്ക്ക് ആദ്യ ദിനം നേടിയത്. പിന്നീട് റെക്കോർഡ് കളക്ഷൻസ് ആയിരുന്നു സിനിമ ഓരോ ദിവസങ്ങളിലും നേടിയത്. അങ്ങനെ 8-ാം ദിവസം ഒരു വർക്കിംഗ് ഡേയിലും സിനിമ നേടുന്നത് മികച്ച കളക്ഷൻ തന്നെയാണ്. എന്തായാലും മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും ഗംഭീരമായ വിജയം നേടുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് പുത്തൻ ഉണർവ് തന്നെയാണ്. ഒരു നാണയത്തിൻ്റെ 2 സൈഡായ മമ്മൂട്ടിയും മോഹൻലാലും വിജയം കൊയ്ത്ത് നടത്തുമ്പോൾ ഇവിടെ വിജയിക്കുന്നത് മലയാള സിനിമ തന്നെയാണ്. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ട് ബാക്കിയുള്ള നല്ല ഫാൻസ്, മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ഫാൻസ് ആണെങ്കിലും ആ ഒരു സിനിമയെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഗംഭീരം തന്നെയാണ്. പിന്നീട് അതിനിടയിലുള്ള വാഗ്വാദങ്ങളൊക്കെ അത് സൗഹൃദപരവും ഒപ്പം അതിനകത്തിലെ നമ്മൾ ഒരു രസകരമായ രീതിയിലാണ് കാണാറും ഉള്ളത്. എന്തായാലും അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ. കാരണം ഇവർ രണ്ടുപേരും ഉഷാറാവുമ്പോൾ തന്നെയാണ് നമുക്ക് വീഡിയോസ് ചെയ്യാനും തൃപ്തിയാവുന്നതും അതേപോലെ കമൻസുകളും കാര്യങ്ങളും ട്രോളുകളും എല്ലാം നിറയുന്നതും. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ കളക്ഷൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം കമൻ്റ് ഇടാനും മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.